Good morning. Next ടെസ്റ്റിംഗ് മെത്തേഡാണ് കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ചെയ്യുന്നത്. കോസ് ഇഫക്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു കോസും ഇഫക്റ്റും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആയാലും അല്ലെങ്കിൽ ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിംഗ് ആയാലും അവിടെ സിംഗിൾ ഇൻപുട്ട് കണ്ടീഷൻസ് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ സിംഗിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള സിമിലർ ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇൻപുട്ടിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബൗണ്ടറി കണ്ടീഷൻ വരുന്നതും ഒരു ഇൻപുട്ട് കണ്ടീഷനാണ് ചെയ്യുന്നത്. ഡു നോട്ട് എക്സ്പ്ലോർ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് സർക്കംസ്റ്റാൻസസ്. കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ടിന് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളിപ്പം കോസ് ഇഫക്റ്റ് ഗ്രാഫിൻ്റെ കേസിലാണ് പറയുന്നതെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സും ഇൻവാലിഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സസിൻ്റെ അകത്തെ വാല്യൂസാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലാസ്സസിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ വാല്യൂസാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പിനേഷൻസ് ഓഫ് ടെസ്റ്റ് കേസസ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോസ് ഇഫക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് n വേരിയബിൾസ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ n ഇൻപുട്ട് കണ്ടീഷൻസ് ആണുള്ളതെങ്കിൽ 2n ടെസ്റ്റ് കേസസ് ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, കോസസ് ആൻഡ് എഫക്ട്സ് ഇൻ ദ സ്പെസിഫിക്കേഷൻ ആർ ഐഡൻറ്റിഫൈഡ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിക്വയർമെൻറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ആ സ്പെസിഫിക്കേഷൻസിൻ്റെ അകത്തുള്ള ഏതൊക്കെയാണ് കോസസ്, ഈ കോസസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. Then a cause is a distinct input condition or an equivalence class of input conditions. അപ്പോൾ ഒരു കോസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇക്വാലൻ ക്ലാസിൻ്റെ അകത്തുള്ള ഇൻപുട്ട് കണ്ടീഷൻ ആവാം. അതുപോലെ തന്നെ an effect is an output condition or system transformation. ഇനി എഫക്റ്റ് എന്ന് ഒരു കോസ് ഉണ്ടായാൽ അത് കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് സിസ്റ്റത്തിൽ ഉണ്ടാവും. ആ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സം ഔട്ട്പുട്ട് കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അകത്ത് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ സിസ്റ്റമാറ്റിക് കണ്ടന്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഈസ് അനലൈസ്ഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ബൂളിയൻ ഗ്രാഫ് ലിങ്കിങ് ദ കോസ് ആൻഡ് ഇഫക്റ്റ്. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന ഈ കോസ് എഫക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഇന്ന കോസ് വന്നു കഴിഞ്ഞാൽ ഇന്ന എഫക്റ്റ് എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂളിയൻ ഗ്രാഫിൻ്റെ ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ സ്പെസിഫിക്കേഷനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നു. കോസ് ഇഫക്റ്റ് ഗ്രാഫ് എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ കൺസ്ട്രെയിൻസ് ആർ ഇമ്പോസ്ഡ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സോർട്ട് ഓഫ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും കണ്ടീഷൻസ് നിങ്ങളെ ഈ ഇൻപുട്ട് വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അതാണ് കൺസ്ട്രെയിൻസ് ആർ ഇമ്പോസ്ഡ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഗ്രാഫ് എന്ന് പറയുന്നത് ലിമിറ്റഡ് എൻട്രി ഡിസിഷൻ ടേബിൾ ആണ്. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ബൂളിയൻ ഗ്രാഫില്ലേ, ആ ബൂളിയൻ ഗ്രാഫിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് എൻട്രി ഡിസിഷൻ ടേബിളാക്കിയിട്ട് മാറ്റും. അതായത് നമ്മൾ ടെസ്റ്റ് കേസസ് ഉണ്ടാവില്ലേ അതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എൻട്രിയും ഡിസിഷൻ ടേബിളിലുള്ള ഓരോ എൻട്രീനെ എന്ത് ചെയ്യും, ഓരോ ടെസ്റ്റ് കേസായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഫിഫ്ത്ത് എന്ന് പറയുന്നത് ദ കോളംസ് ഇൻ ദ ഡിസിഷൻ ടേബിൾ ആർ കൺവേർട്ടഡ് ഇൻ ടു ടെസ്റ്റ് കേസ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കോസ് എഫക്റ്റ് ഗ്രാഫിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പോൾ ഒരു കോസും ഒരു എഫക്റ്റും വരുന്ന കേസിൽ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു കോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്നത് ഐഡൻറ്റിറ്റി. 1 മാത്രം ഉള്ളത് കൊണ്ട് അതിന് പറയുന്നത് ഐഡൻറ്റിറ്റി എന്നാണ്. ഇനി ഓർ, അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇപ്പോൾ C1 C2 C3 എന്ന് പറഞ്ഞ 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. ആ 3 കണ്ടീഷൻസും ഓർ കേസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്, അതായത് C1 നോട്ട് എന്ന് പറഞ്ഞാൽ C1 അല്ല എങ്കിൽ എഫക്റ്റ് 1 ഒക്കർ ചെയ്യും. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടിൽഡ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ സിമ്പിളാണ് നോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ C1ഉം C2ഉം രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ E1 എന്ന് പറയുന്ന ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ വരുമ്പം ആൻഡ് ആണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആൻഡ് കണ്ടീഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ വരക്കുന്നത് നോക്കുക, ഇവിടെ ആൻഡിൻ്റെ കേസിലായാലും ഓറിൻ്റെ കേസിലായാലും ഒരേപോലെയാണ് ഡ്രോ ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ ഇവിടെ നോക്കുക, ഓർ ആണെങ്കിൽ വി സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ആൻഡ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള വി സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സാമ്പിൾ ആയിട്ടുള്ള കോസ് എഫക്റ്റ് ഗ്രാഫാണ്. C1 C2 എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് C1 C2 എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് ഐദർ C1 ഓർ C2 ആണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റത്തെ സ്ട്രക്ചർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇഫക്റ്റ് E1 ആണെങ്കിൽ E1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് പ്ലസ് നമ്മൾ C2 അഗെയിൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ E1 എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഒക്കർ ചെയ്തിട്ടില്ല എങ്കിൽ E2 എന്ന് പറയുന്നതായിരിക്കും വരുന്നത്. ദെൻ C2 നോട്ട് ആണെങ്കിൽ E3 എന്ന് പറയുന്നതായിരിക്കും എഫക്റ്റ് വരുന്നത്. ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ വരുന്ന വേറെ കണ്ടീഷൻസ് ആണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന കണ്ടീഷൻ. റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് C1 C2. ഇപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 എക്സ്ക്ലൂസീവ്, C2 എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് ഇക്ക് പകരം I ആണ് യൂസ് ചെയ്യുന്നത്. C1 C2 C3. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വൺ ആൻഡ് ഓൺലി വൺ എന്ന് പറയുന്ന മെത്തേഡ്, വൺ ആൻഡ് ഓൺലി വൺ എന്ന് പറയുന്ന മെത്തേഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും. വൺ ആൻഡ് ഓൺലി വൺ എന്ന് പറയുന്നത് O വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് R വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും, ഇപ്പോൾ ഇവിടെ C1 C2 എന്ന് പറഞ്ഞിട്ട് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ അറ്റ്മോസ്റ്റ് വൺ കണ്ടീഷൻ ഒന്നുകിൽ C1 ആവാം അല്ലെങ്കിൽ C2 ആവാം. അറ്റ്മോസ്റ്റ് വൺ കണ്ടീഷൻ എങ്കിലും 1 ആണെങ്കിലാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത്. അതുപോലെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവിൻ്റെ ഔട്ട്പുട്ട് 1 ആവുന്നത് അറ്റ്ലീസ്റ്റ് വൺ C1 C2 C3 അതിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ കണ്ടീഷനെങ്കിലും 1 ആവുകയാണെങ്കിൽ ഇൻക്ലൂസീവിൻ്റെ ഔട്ട്പുട്ട് 1 ആവും. ദെൻ O എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി വൺ ആണ്. ഇപ്പോൾ ഒരു കോസ് എഫക്റ്റീവ് ഗ്രാഫിൻ്റെ കൺസ്ട്രെയിൻറ്റ് വൺ ആൻഡ് ഓൺലി വൺ സ്റ്റേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C1ഉം C2ഉം മസ്റ്റ് ബി 1 ആയിരിക്കുന്ന കേസിൽ, C1 ആൻഡ് C2 1 ആയിരിക്കുന്ന കേസിലാണ് വൺ ആൻഡ് ഓൺലി വൺ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ R കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് C1 ഫോർ C1 ടു ബി 1 C2 മസ്റ്റ് ബി 1, അതായത് C1 1 ആണെങ്കിൽ C2 എന്തായാലും 1 ആയിരിക്കണം. ഇപ്പോൾ C1 0 ആണ് വരുന്നതെങ്കിൽ C2 1 0 ഏത് വേണമെങ്കിലും വരാം. പക്ഷേ C1 1 ആവണമെങ്കിൽ C2 എന്തായാലും 1 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉള്ളതാണ് സ്പെഷ്യൽ വാല്യൂ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ വാല്യൂ ടെസ്റ്റിംഗ് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമർക്ക് ഈ നിങ്ങൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ വൾണറബിലിറ്റീസ് ഒക്കെ അറിയുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, സ്പെഷ്യൽ വാല്യൂ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ഇന്നൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരാറുണ്ട് എന്ന് നേരത്തെ അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ആ എറർ വരാൻ ചാൻസ് ഉള്ള നമ്പർ ആയിരിക്കും അടിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നു വിചാരിക്കുക. ഇപ്പോൾ പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാമിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ പ്രൈം ആണ് അല്ലെങ്കിൽ നോട്ട് പ്രൈം ആണെന്ന് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 1ന് എന്താണ് മെസ്സേജ് വരുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ 1ന് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ വാല്യൂസ് വെച്ച് ടെസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ വാല്യൂ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ആണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. ഇനി പറയുന്നത് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ആണ്. അതായത് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് വരുന്നത്. നോക്കാം, എ കോംപ്ലിമെൻ്ററി അപ്രോച്ച് ടു ഫങ്ഷൻ ടെസ്റ്റിംഗ് ഈസ് കോൾഡ് സ്ട്രക്ചറൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ബ്ലാക്ക് ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ഇൻ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ ഏകദേശം അറിയുന്നുണ്ടാവും. ബ്ലാക്കിൽ നമ്മൾ അധികം ഇൻറ്റേർണൽ സ്ട്രക്ചർ അറിയുന്നുണ്ടായിട്ടില്ല. ഇറ്റ് പെർമിറ്റ്സ് അസ് ടു എക്സാമിൻ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ സ്ട്രക്ചർ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാത്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പാത്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഫ്ലോ ചെയ്യുന്ന പാത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പാത്ത് ടെസ്റ്റിംഗ് ഈസ് ദ നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ടെക്നിക്സ് ബേസ്ഡ് ഓൺ ജുഡീഷ്യസ്ലി സെലക്ടിംഗ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് പാത്സ് ത്രൂ ദ പ്രോഗ്രാം.
If the set of path is properly chosen, then it means that we have achieved some measure of test throughness. അപ്പോൾ പാത്ത് ടെസ്റ്റിൻ്റെ അകത്തുള്ള ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ദ ജനറേറ്റിംഗ് എ സെറ്റ് ഓഫ് പാത്ത് ദാറ്റ് വിൽ കവർ എവറി ബ്രാഞ്ച് ഇൻ ദ പ്രോഗ്രാം. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാമിന് സം കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴൊരു പാത്തും ഉണ്ടാവും, അതുപോലെ തന്നെ ഫോൾസ് ആയിരിക്കുമ്പോഴൊരു പാത്തും ഉണ്ടാവും. അതുപോലെ വലിയ വലിയ പ്രോഗ്രാംസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിലൂടെ പോകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ബ്രാഞ്ചും എന്ത് ചെയ്യണം, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം എല്ലാ ബ്രാഞ്ചസും ഡിസ്കവർ ചെയ്യണം. അടുത്തത് ഫൈൻഡിങ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ദാറ്റ് വിൽ എക്സിക്യൂട്ട് എവറി പാത്ത് ഇൻ ദ സെറ്റ് ഓഫ് ദ പ്രോഗ്രാം പാത്ത്. അതായത് ആദ്യം നമ്മൾ ഓരോ പാത്തും ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ ഈ ഓരോ പാത്തിലേക്കും വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ പാത്തിലും എന്ത് ഔട്ട്പുട്ടാണ് വരുന്നത്, എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോ ഗ്രാഫ് ആണ്. ഇത് നമ്മുടെ പാത്ത് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. പാത്ത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഫ്ലോ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഫ്ലോ ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ഓരോ ലൂപ്പിംഗ് ആയാലും അതുപോലെ തന്നെ ഓരോ കൺട്രോൾ സ്ട്രക്ചർ ആയാലും ഓരോന്നിനും ഓരോ ടൈപ്പ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ സീക്വൻസ് റെപ്രസെൻ്റ്, അതായത് 1 by 1 ആയിട്ട് ഒരു ബ്രാഞ്ചൊന്നും ഇല്ലാണ്ട് പോകുന്നൊരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇഫ് ദെൻ എൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ ഫോൾസ് ആണെങ്കിൽ ഒരു ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഒരു ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും, ഫോൾസ് ആണെങ്കിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അതാണ് ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത്. ദെൻ വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിൻ്റെ അകത്ത് വൈൽ എന്തെങ്കിലും ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അഗെയിൻ ടെസ്റ്റ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ തന്നെ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലൂപ്പ് ബ്രേക്ക് ആവും. ആ ലൂപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാലും നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡു അൺടിൽ ലൂപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ലൂപ്പായിട്ട് ചെയ്യും. അൺടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും. വൈൽ ലൂപ്പ് ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന സമയത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഫോൾസ് ആകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യും. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടിവേ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാകും, ആ കണ്ടീഷന് കുറേ കേസ് വാല്യൂസുമായിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കേസ് വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഓരോ കേസ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും, എന്തെങ്കിലും മാച്ച് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.